ഇവിടെ ഹീറോയിൻ ബൈപോളർ ഡിസോർഡർ ചികിത്സ പദ്ധതി വികസിപ്പിച്ചതിന് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നൽകിയ അവാർഡുമായി മീഡിയയ്ക്ക് മുന്നിൽ അവളുടെ നെക്സ്റ്റ് പ്ലാൻ പറയാനായി പോയപ്പോഴേക്കും അവളുടെ മേൽ വലിയൊരു ലൈറ്റ് ഹാങ് വീഴുന്നു. എന്നാൽ ഇവിടെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവൾ വിവാഹവേഷത്തിൽ. അവളെ വിവാഹം ചെയ്തയാൾ അയാളുടെ നിയമപരമായി ഭാര്യയായി മാത്രമേ അവളുടെ മുത്തശ്ശൻ കൊടുത്ത ഒട്ടുമിക്ക സ്വത്തുക്കൾ കൈക്കലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് കേട്ടതും അവൾ വായിച്ചിരുന്ന റിച്ച് ഫാമിലി നോവലിലെ കഥയാണല്ലോ ഇവിടെ ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുകയാണ്. യഥാർത്ഥ കഥയിൽ നായിക പ്രണയ രോഗിയാണ്. അച്ഛനാൽ അവഗണിക്കപ്പെട്ടതും അമ്മയാൽ സ്നേഹിക്കപ്പെടാത്തതുമായ അവൾക്ക് അവളുടെ മുത്തശ്ശന്റെ സ്വത്തുക്കൾ കിട്ടിയതോടെ പലരുടെ കണ്ണിൽ അവളുടെ സ്വത്തായിരുന്നു. അങ്ങനെയിരിക്കെ അവളെ പ്രണയമാണെന്ന് നടിച്ച് വിവാഹ ദിവസം അവളുടെ ഭർത്താവ് കൊല്ലുകയാണ്. അയാൾ സ്നേഹിച്ച തന്നെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെയാണ്. 2 സൈക്കോകൾ അവളെ കൊല്ലുമെന്ന് ഒട്ടും കരുതിയില്ല. അവൾ വായിച്ചിരുന്ന കഥയിൽ ഇപ്പോൾ അവൾ മരിക്കാനായിട്ട് പോവുകയാണ്. ആരെങ്കിലും വന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്നവൾ ചിന്തിക്കുന്നു. എന്നാൽ അതേ സമയത്തായിരിക്കും കുറച്ച് ഗാർഡ്സ് വന്ന് അവരെ പിടികൂടി നിർത്തുന്നത്. വന്നത് മറ്റാരുമകില അയാളുടെ അനിയനാകും. ഒന്നും പറയാതെ പോയതിന് ചേട്ടന് വിവാഹം ഗിഫ്റ്റായിട്ടും വന്നത്. എന്നാൽ ആ പെട്ടിൽ ആരെയോ കുത്തിയ കത്തിയാകും ഉള്ളത്. അയാളെ കാണുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. കഥയിലെ മെയിൻ വില്ലനാകും ഹീറോ. അതിനാൽ ഹീറോയിൻ അവനോട് സഹായം ചോദിക്കുമ്പോൾ ഇവൻ കരുതും അവനോടുള്ള ഇൻട്രസ്റ്റ് തോന്നിക്കൊണ്ടാണ്. പക്ഷെ ചേട്ടൻ പറയുന്നുണ്ട് നിനക്കൊരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. എന്നാൽ ഇതിനകം തന്നെ ചേട്ടന്റെ ആൾക്കാരെ വീഴ്ത്തിട്ടാകും അനിയൻ അവിടെ കടന്നു കയറിയത് തന്നെ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ ഒന്ന്